ഇതിൻ്റെ ഫീച്ചേഴ്സിനേക്കാൾ ഉപരി ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജസ്. F4 എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ പ്രിന്റ് വന്നു. കണ്ടില്ലേ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ. സീലിംഗ് ഫാൻ. ഇപ്പം നമ്മൾ 1-2 ടെംപ്ലേറ്റുകൾ കണ്ടേ. ഇതിനകത്ത് ഇഷ്ടം പോലെ ടെംപ്ലേറ്റുകളുണ്ട്. കണ്ടില്ലേ, ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്കിവിടെ വളരെ വൃത്തിയായിട്ട് പ്രിന്റ് വരുന്ന കാണാം. നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഇത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം എത്ര ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത് നോക്കി. കണ്ടില്ലേ, ഒരു സോഫ്റ്റ്വെയറിനകത്തേക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്നതാണ്. അതിന് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് എക്സൽ ഷീറ്റുകളിലാണ്. അപ്പോൾ എക്സൽ ഷീറ്റിൽ കുറച്ച് ഡ്രോബാക്സുകളുണ്ട്. പ്രൊഡക്റ്റ് ആഡ് സ്മാർട്ട്, അതായത് ഈ എക്സൽ സെയിം ആസ് ഇറ്റ് ഈസ് നമ്മൾ ഈ സോഫ്റ്റ്വെയറിനകത്തേക്ക് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുക. നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറി, ഗാർമെന്റ്സ്, ഹാർഡ്വെയർ ഷോപ്പ്, പെറ്റ് ഷോപ്പ്, ഗിഫ്റ്റ് ഷോപ്പ്, ഇങ്ങനെ അനവധിയായിട്ടുള്ള ബിസിനസ്സുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇതിൻ്റെ പേര് റീറ്റെയിൽ ഡാഡി 1.6 എന്നാണ്. ഈ സോഫ്റ്റ്വെയർ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഓഫീസ് ഒന്ന് പരിചയപ്പെടാം. ഈ റീറ്റെയിൽ ഡാഡി 1.6ൻ്റെ ഓഫീസ് ഉള്ളത് നമ്മുടെ കോട്ടയം ജില്ലയിലെ വൈക്കത്താണ്. വൈക്കം തലപ്പറമ്പിനിടയ്ക്കായിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ കെയറും സ്റ്റാഫും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് തിരിച്ചു വരാം. സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് 3 സ്റ്റേജുകളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യുന്നതും, രണ്ടാമത്തെ ഈ രണ്ടും സെയിൽ ചെയ്യുന്ന ഓപ്ഷൻസ്, അടുത്തത് പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷൻ. ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സോഫ്റ്റ്വെയറിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് വളരെ സിംപ്ലിസിറ്റി ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ്. നമുക്ക് ഒന്ന് സെയിൽ പാനലിലേക്ക് പോവാം. കണ്ടില്ലേ, ഈ സെയിൽ പാനലിലേക്ക് പോവാം. അപ്പോൾ ഇതുപോലെ സെയിൽ പാനൽ വരും. അപ്പോൾ നമുക്കിവിടെ കാറ്റഗറി എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഏത് കാറ്റഗറിയിൽ കുത്തിയാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, നമ്മളിപ്പോൾ ബേബി ബോഡി കെയറിൽ ക്ലിക്ക് ചെയ്തു, കോസ്മെറ്റിക്സിൽ ക്ലിക്ക് ചെയ്തു, അതിൻ്റെ ഐറ്റംസ്, ഡെസേർട്സ്, ഐസ്ക്രീം പരമായിട്ടുള്ള ഇലക്ട്രോണിക്സിൽ ക്ലിക്ക് ചെയ്തു, അതിൻ്റെ ഐറ്റംസ്, ഫ്രോസൺ, അതിൻ്റെ ഐറ്റംസ്, അങ്ങനെ നമുക്ക് അപ്പോൾ നമുക്ക് ഏത് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ആഡ് ടു കാർട്ടിൽ വരുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ബില്ല് പ്രിന്റ് ചെയ്യാനായിട്ട് ഇവിടെ കണ്ടില്ലേ, പേ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ക്യാഷ് ബട്ടണിൽ ഡയറക്റ്റ് ബില്ല് പ്രിന്റ് ചെയ്യാൻ പറ്റും. ക്യാഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബില്ല് പുറത്തേക്ക് വരുന്നതാണ്. കണ്ട് എത്ര ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് ആണ് പുറത്തേക്ക് വന്നത് നോക്കി. വളരെ ഷാർപ്പായിട്ടുള്ളൊരു പ്രിന്റ്, നല്ല വൃത്തിയായിട്ടൊരു പ്രിന്റ് വന്നു. നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തുകൂടി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ കണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് അനവധിയായിട്ടുള്ള ഫങ്ഷണാലിറ്റീസും വെയിങ് മെഷീനൊക്കെ കണക്ട് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ബാർകോഡ് വെച്ച് സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യണമെങ്കിൽ അതും ഒന്ന് കണ്ടുകളയാം. നമ്മളിപ്പോൾ ഇത് കുറച്ച് ബാർകോഡുകൾ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം എത്ര ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത് നോക്കി. കണ്ടില്ലേ, നമുക്ക് ഇനി പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ക്യാഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് എൻ്റർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബില്ല് ഇവിടെ പ്രിൻ്റ് ഔട്ടായി വന്നു കഴിഞ്ഞു. കണ്ടില്ലേ, എത്ര ഭംഗിയായിട്ട് വന്നു നോക്കിയാൽ പ്രിൻ്റ്. കണ്ടില്ലേ, നമുക്ക് ഇതുപോലെ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സാധാരണ ട്രഡീഷണൽ ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു സെയിൽ പാനൽ കൂടി ഇതിനകത്ത് കാണാം. ഈ ഒരു സെയിൽ പാനൽ F1 കുത്തിയാലും മതി. അതിനുശേഷം നേരെ എൻ്റർ അടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കർസർ നേരെ ബാർകോഡിലേക്ക് വരും. അതും ഇതുപോലെ തന്നെ നമുക്ക് അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം വരും. വളരെ ഫാസ്റ്റാണ് ഇതിൻ്റെ സ്കാനിങ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. നമുക്ക് ഇതിനകത്ത് പ്രിൻ്റ് വരാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ കീബോർഡിൽ ചെന്നിട്ട് ഈ ഒരു F4 എന്ന് പറഞ്ഞ ബട്ടണില്ലേ ഇവിടെ അങ്ങ് കുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ഇവിടെ വരും. കണ്ടില്ലേ, സിമ്പിൾ. നമ്മൾ വേറെ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ട. എത്ര മനോഹരമായിട്ടാണ് പ്രിൻ്റ് വന്നത് നോക്കി. കണ്ടില്ലേ, അതിൻ്റെ GST ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ ബില്ലടിക്കാം. അപ്പോൾ നമുക്കൊരു കസ്റ്റമറെ ആഡ് ചെയ്യണമെങ്കിലും വളരെ എളുപ്പമാണ്. ഇവിടെ ചെന്നിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ ഇതിനകത്ത് ഉള്ളൊരു കസ്റ്റമർ ആണെങ്കിലും എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. കണ്ടില്ലേ, നമ്മളിപ്പോൾ ജസ്റ്റ് ബാർകോഡ് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ക്യാഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, F4 അല്ലെങ്കിൽ ക്യാഷ് ബട്ടണിൽ അല്ലെങ്കിൽ F4ൽ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബില്ല് പ്രിൻ്റ് വരും. ഇനി അഥവാ ഇല്ലാത്തൊരു പുതിയ കസ്റ്റമർ ആഡ് ചെയ്യണമെങ്കിലും വളരെ നിഷ്പ്രയാസം സാധിക്കും. നേരെ ഇവിടെ ചെല്ലുക, ഏതെങ്കിലും ഒരു കസ്റ്റമറുടെ ഫോൺ നമ്പർ അടിക്കുക, 7512 സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, എൻ്റർ അടിച്ചു. പിന്നെ ഒരു എൻ്റർ കൂടി അടിക്കുക, പേരടിക്കുക. നമ്മുടെ ഫോർ എക്സാമ്പിൾ മധു. എൻ്റർ അടിച്ചു. കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് കർസർ വന്നിട്ട് ബാർകോഡിലേക്ക് വരും. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഏതാണെന്ന് വെച്ച് എടുത്തു കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എൻ്റർ അടിച്ചു.
ഇതിനുശേഷം നമുക്ക് ബില്ല് പ്രിൻ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ക്യാഷ് ബട്ടണിൽ പോവുക. ഉണ്ട് ഇവിടെ ഈ F4 എന്ന് കണ്ടില്ലേ, ഈ F4 കുത്തിയാലും മതി, അല്ലെങ്കിൽ നേരെ നമ്മുടെ കീബോർഡിൽ ചെന്നിട്ട് ഇവിടെ കുത്തിയാലും മതി F4. അപ്പോൾ നമുക്കിവിടെ പ്രിൻ്റ് വരും. അപ്പോൾ ഈ പ്രിൻ്റ് വരുന്നത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത കസ്റ്റമറുടെ പേരിലായിരിക്കും. കണ്ടില്ലേ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മധു. കണ്ടില്ലേ, മധു എന്ന് പറഞ്ഞ കസ്റ്റമറുടെ പേരും മറ്റു കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ബില്ല് പ്രിൻ്റ് ഔട്ടായി. എത്ര ക്ലീൻ ആയി നോക്കി കണ്ടോ. ആ മധു എന്നുള്ള പേരും മറ്റു ഫോൺ നമ്പറും എല്ലാം ഇവിടെ വരും അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അപ്പോൾ ഈ ഒരു മധു എന്ന് പറഞ്ഞ കസ്റ്റമർക്ക് ക്രെഡിറ്റിൽ സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. പിന്നെ സെയിൽ പരമായിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സും നമുക്ക് ഇവിടെ തന്നെ കിട്ടും ഡാഷ്ബോർഡിൽ. അപ്പോൾ സെയിലിൻ്റെ റെക്കോർഡും റിപ്പോർട്ട്സ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ ലെഡ്ജർ, കസ്റ്റമർ ക്രെഡിറ്റ് കൊണ്ടുപോയിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും, ഔട്ട്സ്റ്റാൻഡിങ് അനാലിസിസ്, കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കൂടി പരിചയപ്പെടാം. അങ്ങനെ A to Z ഇൻഫർമേഷൻ, സെയിൽ പരമായിട്ടുള്ള സ്റ്റോക്ക് റെക്കോർഡ് എല്ലാം നമുക്ക്, പിന്നെ സ്റ്റോക്ക് ഇൻ ഹാൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് കറണ്ടിലെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് തന്നെ കിട്ടും. കണ്ടില്ല, അവൈലബിൾ ക്വാണ്ടിറ്റി, ലൈവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇത്രയാണ് സെയിൽ പാനലിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് സാധാരണഗതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിനകത്തേക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്നതാണ്. അതിന് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് എക്സൽ ഷീറ്റുകളിലാണ്. അപ്പോൾ എക്സൽ ഷീറ്റിൽ കുറച്ച് ഡ്രോബാക്സുകളുണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കോളം ഫില്ല് ചെയ്യാണ്ടിട്ട് കഴിഞ്ഞാൽ അത് എറടിയും. അതുപോലെ തന്നെ പ്രൈസുകളൊക്കെ കൃത്യമായിട്ടാണ്. ഞാനൊരു എക്സൽ ഷീറ്റ് ചുമ്മാ കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലാവും അത് എത്രത്തോളം കസ്റ്റമേഴ്സ്ക്ക് ബുദ്ധിമുട്ടാണ് ഒരു എക്സൽ ഷീറ്റിൽ കൂടി കേട്ടോ. ഇത്രയും ഇൻഫർമേഷൻസ് നമ്മളിതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ഇത്രയല്ല, ഇങ്ങനോട്ട് വലത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് നമ്മളിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യണം. എന്നിട്ട് ഈ എക്സൽ ഷീറ്റിനകത്ത് നമ്മളിപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കോളം, ഇപ്പോൾ ഒരു ഭാഗം ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ആകത്തില്ല. കണ്ടില്ലേ, ഇതുപോലെ ബ്ലാങ്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് അപ്ലോഡ് ആകത്തില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് സോഫ്റ്റ്വെയറിനകത്തേക്ക് എക്സൽ വഴി അപ്ലോഡ് ചെയ്യാൻ. ആ ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രോഡക്ട്സ് എക്സൽ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനേക്കാളും ഒക്കെ വളരെ സുതാര്യമായിട്ട്, വളരെ എളുപ്പമായിട്ട് ഈ സോഫ്റ്റ്വെയറിനകത്തേക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനത് പരിചയപ്പെടുത്താം. അതിൻ്റെ പേരാണ് പ്രൊഡക്റ്റ് ആഡ് സ്മാർട്ട്. അതായത് ഈ എക്സൽ സെയിം ആസിറ്റീസ് നമ്മൾ ഈ സോഫ്റ്റ്വെയറിനകത്തേക്ക് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കാണിക്കാം. എക്സാമ്പിൾ, നമുക്കിവിടെ ഒരു സെയിൽ പാനലിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സിനകത്ത് ഞാനിവിടെ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. മേ ബി ഇറ്റ് വിൽ കം എനിവെയർ. അപ്പോൾ അതുകൂടാതെ ഈ കാണുന്ന ഇമേജുകളെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനൊന്നും ഞാൻ കാണിച്ചു തരാം. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇമേജുകളെല്ലാം അപ്ഡേറ്റ് ആവും. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അതിനുവേണ്ടി പ്രൊഡക്റ്റ് ആഡ് സ്മാർട്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ ചെല്ലുക. ന്യൂ റെക്കോർഡ് എന്ന് പറഞ്ഞ ബട്ടണിലേക്ക് പോവുക. കണ്ടില്ലേ, അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൗസ് ഇവിടെ വന്നിരിക്കും. കണ്ടില്ലേ, അവിടെ വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്ക് സീലിംഗ് ഫാൻ ഞാൻ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. നമ്മൾ ഏത് കാറ്റഗറി സെലക്ട് ചെയ്തു, സബ് കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ അതിലുണ്ട്. മൗസിലും ആരോ ബട്ടണിൽ നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാം. ഇലക്ട്രോണിക്സ് സെലക്ട് ചെയ്തു, പിന്നെ എൻ്റർ അടിച്ചു. പർച്ചേസ് ചെയ്ത് എത്ര രൂപയ്ക്കാണ്, ഫോർ എക്സാമ്പിൾ 500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. എൻ്റർ അടിച്ചിട്ട് GST എത്രയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തു. നമുക്ക് അടുത്തത് പീസസ്, നമ്മുടെ യൂണിറ്റ് P അടിച്ചു കഴിഞ്ഞാൽ പീസസ് വന്നു. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഫോർ എക്സാമ്പിൾ ഒരു 5 പീസുണ്ട്. എൻ്റർ അടിച്ചു. ബാർകോഡ് ബൈ ഡിഫാൾട്ടായിട്ട് വരും. ഏതെങ്കിലും ബാർകോഡ് നമുക്ക് ഇടണമെങ്കിൽ അത് മാച്ച് കളഞ്ഞിട്ട് അവിടെ ആഡ് ചെയ്യാം. പിന്നെ അടുത്തത് നമുക്ക് MRP, ഒരു ഫോർ എക്സാമ്പിൾ 900 രൂപയാണ് എൻ്റെ MRP. റീറ്റെയിൽ പ്രൈസ് നമുക്കൊരു 800 രൂപ ഇട്ടു. എൻ്റർ അടിച്ചു. കണ്ടില്ലേ, സേവായി പ്രൊഡക്റ്റ്. നമുക്കിവിടെ ഞാൻ ഫ്രണ്ടിൽ കാണിച്ചു തരാം. ഇത് ക്ലോസ് ചെയ്തു. നമുക്കിവിടെ സെയിൽ പാനലിൽ പോകുന്നു. നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സിൽ പോകുന്നു. എവിടെയാണ് ഇലക്ട്രോണിക്സ്, കണ്ടില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ടേബിൾ ഫാൻ, സീലിംഗ് ഫാൻ നമ്മൾ ആഡ് ചെയ്തു. സീലിംഗ് ഫാൻ വന്നു കഴിഞ്ഞു. പക്ഷേ ഇമേജ് വന്നിട്ടില്ല. ഇമേജ് ഇതിൻ്റെ മാത്രമല്ല, മറ്റ് പല പ്രോഡക്റ്റുകളുടെ ഇമേജ് ഇവിടെ വന്നിട്ടില്ല. അതെങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് AI ടെക്നോളജി ഉണ്ട്. ഈ പ്രോഡക്റ്റ് ആഡിൽ തന്നെ പോവുക. നമ്മളിവിടെ ജസ്റ്റ് ഈ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവുക. അതിനുശേഷം ഇവിടെ ഈ കണ്ടില്ലേ, ഈ ടിക്ക് എനേബിൾ കൊടുക്കുക, എല്ലാം കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പർട്ടിക്കുലർ കാറ്റഗറി, സബ് കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ഐറ്റംസ് എല്ലാം നമ്മളിവിടെ EL ക്ലിക്ക് ചെയ്തപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ സാധനവും ഇവിടെ വന്നു. അപ്പം നമുക്ക് ഇവിടെ ഇതിൻ്റെ ഈ ഒരു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ AI ബൾക്ക് ഇമേജ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്.
നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഗൂഗിൾ ഇമേജ് ഗാലറിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കറസ്പോണ്ടിങ് ഇമേജുകൾ കൃത്യമായിട്ട് സെർച്ച് ചെയ്ത് ഈ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്തുകൊണ്ട് സേവ് ചെയ്യും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പ്രൊഡക്റ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇമേജുകൾ സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് നേരെ നമ്മുടെ സെയിൽ പാനലിലേക്ക് തിരിച്ചു വരാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ എല്ലാ ഇമേജുകളും അപ്ഡേറ്റ് ആയി കഴിഞ്ഞു. എത്ര നിസ്സാരം. നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ പ്രോഡക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. സീലിംഗ് ഫാൻ കണ്ടില്ല, ആ പ്രോഡക്റ്റിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു സീലിംഗ് ഫാൻ. എത്ര രൂപയ്ക്കാണ് നമുക്ക് ബില്ല് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം. അതിനുശേഷം നമ്മൾ ഈ പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടില്ലേ, ക്യാഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ F7 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് എൻ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ബില്ല് പുറത്തേക്ക് വന്നു. അതിൽ നമുക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ, സീലിംഗ് ഫാൻ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, 800 രൂപ അതിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത് കണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത സ്ഥലത്ത് തന്നെ നമുക്ക് ബാർകോഡ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അത് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഈ സീലിംഗ് ഫാൻ്റെ ബാർകോഡ് നമുക്ക് നമ്മുടെ ബ്രാൻഡിങ്ങിൽ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് ഒട്ടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ കണ്ടില്ലേ, ഇവിടെ ബാർകോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് ഓപ്പൺ ആയിട്ട് വരും. കണ്ടില്ലേ? അപ്പോൾ ഇത് നമുക്കൊന്ന് സൂം ചെയ്ത് കണ്ടുകളയാം. ഇതേ സീലിംഗ് ഫാൻ, അതിൻ്റെ ഡീറ്റെയിൽസും 800 രൂപ പ്രൈസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഈ ബാർകോഡ് ഒന്ന് പ്രിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ബാർകോഡ് പ്രിൻ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ബാർകോഡ് പ്രിൻ്ററാണ്. അപ്പോൾ നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് കളയാം. ഞാനത് നമുക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 5 പീസ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ 5 പീസ് പ്രിൻറ്റ് ചെയ്യാം. അപ്ലൈ ചെയ്തു. ഞാനിവിടെ ഒന്ന് പ്രിൻ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിവിടെ വളരെ വൃത്തിയായിട്ട് പ്രിൻ്റ് വരുന്ന കാണാം. നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഒന്ന് കണ്ടു കളയാം. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ആഡ് ചെയ്ത് സീലിംഗ് ഫാൻ്റെ ബാർകോഡ് ഇവിടെ ഡയറക്റ്റ് പ്രിൻ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഇനി ഇത് സ്റ്റിക്കറുകളാണ്. ഇത് ആക്ച്വലി നമുക്കിത് പൊളിച്ചൊട്ടിക്കാം. എവിടെയെങ്കിലും ഒട്ടിക്കണമെങ്കിൽ നമുക്കിത് കണ്ടില്ല, ഇതുപോലെ നമുക്കിതിന് പൊളിച്ചിട്ട് എവിടെയെങ്കിലും ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം. ഏതെങ്കിലും പ്രൊഡക്റ്റിൽ ഒട്ടിക്കണമെങ്കിൽ നമുക്കിതിന് വളരെ സിമ്പിളായിട്ട് നമുക്കത് ഒട്ടിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം ഇത്. ഓക്കെ, നമുക്കിതിനെ സെയിൽ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നമുക്കിവിടെ സെയിൽ പാനലിൽ പോകുക, അല്ലെങ്കിൽ കീബോർഡിൽ F1 കുത്തുക. അതിനുശേഷം വീണ്ടും എൻ്റർ ബട്ടൺ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കർസർ ബാർകോഡിൽ പോയി കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് സീലിംഗ് ഫാനിൽ നിന്ന് വന്നു. നമ്മൾ F4 എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. F4 എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ പ്രിൻ്റ് വന്നു. കണ്ടില്ലേ, എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ സീലിംഗ് ഫാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് പർച്ചേസ് സെൻറ്റർ കൂടി പെട്ടെന്ന് കാണാം. നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്രോഡക്റ്റ് എത്ര സ്റ്റോക്ക് ഉണ്ട്. നമ്മളിപ്പോൾ ഇനിഷ്യലായിട്ട് കുറച്ച് സ്റ്റോക്ക് ആഡ് ചെയ്തായിരുന്നു. അത് നമുക്ക് ഈ സെയിൽ പാനലിൽ തന്നെ നമുക്ക് സ്റ്റോക്ക് എല്ലാം കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെയിൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ചെല്ലാം. അതിൻ്റെ റെക്കോർഡ്സിനകത്ത് നമ്മളിവിടെ കണ്ടില്ല, റെക്കോർഡ്സിനകത്ത് സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ചെല്ലുക. റെക്കോർഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് നമുക്ക് കറണ്ട് സ്റ്റോക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കിവിടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് സീലിംഗ് ഫാൻ അടിച്ച് നോക്കുക. നമുക്കിപ്പോൾ അവൈലബിൾ ക്വാണ്ടിറ്റി 3 പീസാണുള്ളത്. കണ്ടില്ലേ, അത് നമുക്ക് ഇനി ഈ സെയിം ഐറ്റം നമുക്ക് പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, പർച്ചേസ് സെൻറ്ററിൽ. കണ്ടില്ലേ, പർച്ചേസ് സെൻറ്ററിൽ പോവുക. നമുക്ക് ഏത് സപ്ലയറുടെ അടുക്കൽ നിന്നാണ് വാങ്ങേണ്ടതെന്നുള്ളത് ഇവിടെ സപ്ലയറെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു സപ്ലയറെ സെലക്ട് ചെയ്തു. നമുക്കിവിടെ നോർമലി കേസുകളിലൊക്കെ സീലിംഗ് ഫാൻ ഇവിടെ നമുക്കിങ്ങനെ ഉണ്ടോ CE അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. നമ്മൾ എൻ്റർ അടിക്കുക. പർച്ചേസ് ക്വാണ്ടിറ്റിയിൽ വന്നു. അത് നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു 50 പീസ് കൂടി പർച്ചേസ് ചെയ്യുക. എൻ്റർ. നമുക്ക് MRP സെയിൽ പ്രൈസ് ഒക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. 950 ആക്കണമെങ്കിൽ 950 ആക്കാം. പീസസ് എൻ്റർ. സെയിൽ പ്രൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മോർ ഇൻഫർമേഷനിൽ കുത്തിക്കഴിഞ്ഞാൽ ആ സെയിൽ പ്രൈസ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ കളറും സൈസൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ വരും. അപ്പോൾ നമുക്കിങ്ങനെ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം. ഇനി ഫോർ എക്സാമ്പിൾ നമ്മളിത് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റോക്കിലൊന്ന് പോയി നോക്കാം. സക്സസ്ഫുള്ളി സ്റ്റോക്ക് സേവ്ഡ്. അതിനുശേഷം ഇവിടെ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഡാഷ്ബോർഡിനകത്ത് റെക്കോർഡ്സ് സ്റ്റോക്ക് ഇൻ ഹാൻഡ്. കണ്ടില്ലേ? അതിനുശേഷം നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു CEIL സീലിംഗ് ഫാൻ. അപ്പോൾ നമുക്കിവിടെ 53 മുമ്പേ 3 പീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 കൂടി പർച്ചേസ് ചെയ്തു. 50 കൂടി പർച്ചേസ് ചെയ്തു. 3 മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ 53 പീസായി. അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് പർച്ചേസ് എൻ്റർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആഡ് ചെയ്യാത്ത പ്രൊഡക്റ്റുകളും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സ് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷാമ്പു. ഈ ഷാമ്പു എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റിനകത്ത് ഇല്ല നിലവിൽ. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് പർച്ചേസ് എൻ്റർ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സപ്ലയറെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ
പർച്ചേസ് ഇൻവോയ്സിൽ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് SHIMPO ഷാംപൂ, അതായത് ഇല്ലാത്ത പ്രോഡക്റ്റുകൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണിത്. നമ്മളിപ്പോൾ ഏത് കാറ്റഗറിയിൽ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇടുക. ഫോർ എക്സാമ്പിൾ ബോഡി കെയർ, നമ്മൾ ഇലക്ട്രോണിക്സിനകത്ത് തന്നെ ഇടാം, നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. പർച്ചേസ് പ്രൈസ് ഫോർ എക്സാമ്പിൾ 50 രൂപയ്ക്ക് വാങ്ങി GST എത്ര ശതമാനം ഇടുക, സെസ് ഉണ്ടെങ്കിൽ അത് ഇടുക. പീസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇടുക, പീസസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടും, ഫോർ എക്സാമ്പിൾ 100 പീസ് വന്നു. എൻ്റർ ബാർകോഡ് ചേഞ്ച് ചെയ്യാം കേട്ടോ. MRP ഫോർ എക്സാമ്പിൾ ഒരു 200 രൂപയാണ്. സെയിൽ പ്രൈസ് ഒരു 190 രൂപയാണ്. എൻ്റർ അടിച്ചു, ഇൻസർട്ടായി, കണ്ടില്ലേ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ പ്രോഡക്റ്റ് ഇവിടെ വന്നു കേട്ടോ, ഷാംപൂ. ഇത് നമ്മളിപ്പോൾ സേവ് ചെയ്തെന്ന് വെച്ചോ, നമ്മളിപ്പോൾ ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് ഈ ഷാമ്പൂവിൻ്റെ ബാർകോഡ് പ്രിന്റ് ചെയ്യണമെങ്കിൽ പർച്ചേസ് സെൻറ്ററിൽ തന്നെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ, ആ 100 നമ്പർ ഓഫ് ക്വാണ്ടിറ്റി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇവിടെ വരും. നമ്മളിവിടെ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കാം, കാരണം 100 പീസ് പ്രിന്റ് ചെയ്ത് നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് 10 പീസാക്കാം. ചേഞ്ച് ചെയ്തു. നമ്മൾ പർച്ചേസ് ചെയ്യണം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇവിടെ വരും. നമ്മളിവിടെ ഒരു ബാർകോഡ് സെലക്ട് ചെയ്തു, പ്രിന്റ് പ്രിവ്യൂ കൊടുത്തു, കണ്ടില്ലേ? ഇനി ഇത് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോവുക, നമ്മൾ ബാർകോഡ് പ്രിന്റർ ഓക്കെ കൊടുത്തു, അപ്ലൈ കൊടുത്തു. അതിനുശേഷം നമ്മളിത് പ്രിന്റ് കൊടുക്കുവാണ്. 10 പീസ് പ്രിന്റ് വന്നു, നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 10 പീസ് വന്നു, കണ്ടില്ലേ? ഷാമ്പു വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ പ്രിന്റ് നമുക്ക് കൈ കിട്ടി, കണ്ടില്ലേ? അപ്പോൾ നമുക്കിത് സ്കാൻ, നമ്മൾ ഷാമ്പുവിൽ ഒട്ടിക്കാൻ വേണമെങ്കിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യാം. സെയിൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റോക്ക് ഒന്നുകൂടി കണ്ടിട്ട് പോവാം. ഇവിടെ റെക്കോർഡ്സിനകത്ത് സ്റ്റോക്ക് ഇൻ ഹാൻഡ്, നമ്മളിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച പ്രൊഡക്റ്റാണ് ഷാംപൂ. ആ പ്രൊഡക്ട്സിൻ്റെ പേര് സെർച്ച് SHAM ഇതുണ്ട്, ഫസ്റ്റിൽ തന്നെ പ്രൊഡക്റ്റാണ്. 100 പീസ് ഇവിടെ പർച്ചേസ് അവൈലബിൾ സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് സെയിൽ ചെയ്യാം. സെയിൽ ചെയ്യാനായിട്ട് ഇവിടെ പോയി സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കിതൊന്ന് സ്കാൻ ചെയ്യാം, കണ്ടില്ലേ? നമ്മളിത് F4 കുത്തുന്നു, നമുക്കിവിടെ പ്രിന്റ് വരുന്നു. വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ പ്രിന്റ് വന്നു ഷാമ്പൂവിൻ്റെ. ഇനി നമ്മൾ മറ്റേ സെയിൽ പാനലിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും, ഈ ഒരു സെയിൽ പാനലിൽ നിന്നും. അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രോണിക്സിലാണല്ലോ അത് ഇട്ടേ, അപ്പോൾ ഇവിടെ ഇമേജ് വന്നില്ലല്ലോ. അപ്പോൾ മുമ്പേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇമേജ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ തൊട്ടാലും മതി, എൻ്റർ അടിക്കുക, ഇവിടെ വന്നു. പേ ബട്ടണിൽ കുത്തുക, ക്യാഷ് ബട്ടണിൽ കുത്തുക, എൻ്റർ അടിക്കുക, കണ്ടില്ലേ? ഈസി ആയിട്ട് നമുക്കിവിടെ ബില്ല് പ്രിൻ്റ് ഔട്ട് ആവുന്നതാണ്. അപ്പോൾ എത്ര സിമ്പിളായിട്ട് നമുക്ക് പുതിയ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ സെയിൽ ചെയ്യാനും ഒക്കെ സാധിക്കും. ബാർകോഡുകൾ പ്രിന്റ് ചെയ്യാൻ, ബിൽ പ്രിന്റ് ചെയ്യാൻ. ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ബിൽ ഡിസൈൻ, നമുക്ക് ഇപ്പം നമ്മൾ 1-2 ടെംപ്ലേറ്റുകൾ കണ്ട്, ഇതിനകത്ത് ഇഷ്ടം പോലെ ടെംപ്ലേറ്റുകളുണ്ട്, കണ്ടില്ലേ? ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി അഥവാ A4 സൈസ് ആണെങ്കിൽ അങ്ങനെ, കണ്ടില്ലേ? ഇഷ്ടംപോലെ ടെംപ്ലേറ്റുകൾ ഇതിനകത്ത് ബൈ ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? കണ്ടില്ലേ? ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്. A5 സൈസാണിത്. അങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള ടെംപ്ലേറ്റുകൾ നമുക്ക് ഏത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാം. ഡയറക്റ്റ്ലി ഇവിടെ തന്നെ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ബിൽ ഡിസൈനിൽ പോയിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ ജസ്റ്റ് അപ്ലൈ കൊടുത്താൽ മാത്രം മതി, ആ ഒരു ടെംപ്ലേറ്റിൽ അത് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടില്ലേ ഇഷ്ടംപോലെ റിപ്പോർട്ട്സും റെക്കോർഡ്സും എല്ലാം ഉണ്ട് ഇതിനകത്ത്. നോക്കിയേ, A to Z റെക്കോർഡ്സ്, റിപ്പോർട്ട്സ്, എല്ലാ ഫീച്ചേഴ്സും നമുക്ക്. ടാക്സ് റിപ്പോർട്ടാണ്, GSTR1, GSTR3, ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ബാർകോഡുകൾ ബൾക്കായിട്ട് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, സെറ്റിങ്സുകൾ, മാനേജർ, അങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഉള്ളൊരു സോഫ്റ്റ്വെയർ ആണ് റീറ്റെയിൽ ഡാഡി 1.6. ഇതിൻ്റെ ഫീച്ചേഴ്സിനേക്കാൾ ഉപരി ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജസ്. അങ്ങനെ വളരെ സിംപ്ലിസിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് റീറ്റെയിൽ ഡാഡി. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഡെമോ കാണാനോ അല്ലെങ്കിൽ മറ്റെന്താ ആവശ്യത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വിളിക്കുക. നന്ദി, നമസ്കാരം.